ഹലോ ഫ്രണ്ട്സ്, ഒരു എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ത്രെഡിൻ്റെ ആവശ്യമുണ്ട്. അതും ഡിഫറെൻറ്റ് കളേഴ്സിലെ ത്രെഡിൻ്റെ ആവശ്യമുണ്ട്. ത്രെഡിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നീഡിലും ഒരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതിന് നീഡിൽ സെറ്റിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ഓരോ നീഡിലിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോൾ സൈസാണ് ഉള്ളത്. അപ്പോൾ ഈ ഹോളിലൂടെ നമുക്ക് ത്രെഡ് കോർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാനൊരു കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നീഡിൽ ത്രെഡ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എത്ര ചെറിയ ഹോളിൽ കൂടെ ത്രെഡ് കോർത്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് കട്ടർ ത്രെഡ് ട്രിമ്മർ കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലോത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാനിവിടെ പോപ്ലിൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതും ബ്ലാക്ക് കളറിലെ പോപ്ലിൻ ക്ലോത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വൈറ്റ് പോപ്ലിൻ ക്ലോത്ത് എടുക്കാം, കോട്ടൺ തുണി എടുക്കാം, അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ക്ലോത്തിനെ നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ഇഞ്ചുള്ള ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് എംബ്രോയ്ഡറി ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് ആവശ്യമുള്ളതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ത്രെഡിനെ എങ്ങനെ കെട്ടില്ലാതെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ ഒരു ത്രെഡിൻ്റെ അകത്ത് നിന്ന് ആ ഒരു പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ നൂല് ഇതേപോലെ കൈകളിലേക്ക് ഇടാം. രണ്ടറ്റവും കോർത്ത് പിടിച്ച് നല്ല റിമൂവ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ നൂല് നിവർത്തി ഇടുന്നതിന് മുന്നേ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കുരുക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എംബ്രോയ്ഡറി ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഏതൊക്കെ ത്രെഡ് ആവശ്യമുണ്ടോ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാനിത് ലൂസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിലൊരു കുരുക്ക് വീഴാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇനി ഇതിൻ്റെ രണ്ടറ്റവും കൂട്ടിപ്പിടിക്കുക. ഈ ഒരു രണ്ടറ്റവും ഞാൻ ഈ എംബ്രോയ്ഡറി പഠിച്ചു തുടങ്ങുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പഠിക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ സ്റ്റിച്ചും നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ടറ്റവും ചേർത്ത് പിടിക്കുക. നമുക്ക് ഈ ഒരു ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോഴേ ഈ ത്രെഡ് യൂസ് ചെയ്തെടുക്കുമ്പോഴേ അധികം നീളമില്ലാതെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് വരും. അപ്പോൾ ഒരിക്കൽ കൂടെ മടക്കുക. ഏകദേശം ഇത്ര ഒരു നീളത്തിൽ നമുക്ക് കിട്ടും. ഇതേപോലെ ഈ ബോക്സിലുള്ള നൂലുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതേപോലെ പിന്നെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഏത് കളറാണ് ആവശ്യമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം. അത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു ലെങ്ത്തിൽ തന്നെ നമുക്ക് നൂല് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ
അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് തന്നെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.